ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഫുഡിൻ്റെ റെസിപ്പിയൊന്നായിട്ടല്ല വന്നിരിക്കുന്നത്, ഒരു കുഞ്ഞ് വ്ളോഗായിട്ടാണ്. ഒരു സ്ഥലം കാണിച്ചു തരാനാണ്. ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ ഇതെവിടെയാണെന്ന് വെച്ചാൽ കൂത്താട്ടുകുളത്താണ് കേട്ടോ ഈ സ്ഥലം. അപ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. ഇതൊരു വൈകുന്നേര സമയമാണ്, അസ്തമയം തുടങ്ങാൻ പോണ ഒരു ടൈം ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു ഭംഗിയും കൂടെ ആ സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ പോകാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയും അനിയനൊക്കെ ഇപ്പോൾ അവിടെ വീട് വെക്കുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അവിടെ ചെന്നപ്പോൾ അച്ഛനാണ് എന്നെ ഈ സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയത്. അപ്പോൾ നമുക്കവിടെ വലിയ പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ഈവനിങ്ങിലൊക്കെ നടക്കാനിറങ്ങും. അപ്പോൾ അച്ഛൻ കണ്ടുപിടിച്ചൊരു സ്ഥലമാണ് ഇത്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞൊരു സ്ഥലം കാണിച്ചു തരാം, കുളിക്കാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ പോയതാണ്. അപ്പോൾ ഒരാളിത് വെള്ളത്തിൽ ഇങ്ങനെ കടന്ന് ഒഴുകി പോകുന്നു. വെള്ളത്തിന് ആഴമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ഇതൊരു കനാലാണ് കേട്ടോ, നല്ല രസമാണ്, അവിടെ ആളുകൾക്ക് കുളിക്കാനൊക്കെ പറ്റും. പിന്നെ ഇതൊരു പാലാണ്, ആ കനാലിൻ്റെ അപ്പുറത്ത് തന്നെയുള്ള ഒരു പാലം കേട്ടോ. അതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുവാണ്. അവിടെ നിന്ന് മേളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി കാഴ്ച നമുക്ക് കാണാം. ആ കാഴ്ച ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ, ഒരു അമ്പലമാണ് ആ കാണുന്നത്. ആ അമ്പലം ഏതാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗി തോന്നി കണ്ടപ്പോൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ പാലമൊക്കെ ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു അസ്തമയം തുടങ്ങുന്നൊരു സമയമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയും കൂടെ നമുക്ക് കാണുമ്പോൾ ആ കാഴ്ചയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായ പോരായ്മകളൊക്കെ കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണേ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ ഇതുപോലെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇനി ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇടും. പിന്നെ ഫുഡിൻ്റെ റെസിപ്പീസ് അത് പുറകെ വരും കേട്ടോ. അതെന്തായാലും എല്ലാ ദിവസവും ഞാൻ ഇടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.